നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് 2025 എങ്ങനെയാണ് വാട്സപ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. 2025 വാട്സപ്പ് ഈസ് എ ന്യൂ സെയിൽസ് പേഴ്സൺ എന്നാണ് പറയുന്നത്. വാട്സപ്പ് ആയിരിക്കും ഇനി ഇവിടുന്നുള്ള ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുക. നമുക്കറിയാം എങ്ങനെയാണ് ChatGPT നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ചാറ്റ് എന്നുള്ള മോഡലിലാണ്. ആർക്കും ഗൂഗിൾ പോയിട്ട് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുറെ സെർച്ച് റിസൾട്ട് നോക്കിയിട്ട് അത് നോക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സമയമല്ല. എല്ലാം ഒരു കോൺവെർസേഷൻ ബേസ്ഡ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺവെർസേഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അറ്റ്ലീസ്റ്റ് വാട്സപ്പിനെങ്കിലും ഉപയോഗപ്പെടുത്താം നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ നോക്കാം. വാട്സപ്പ് ഈസ് എ ന്യൂ സെയിൽസ് പേഴ്സൺ എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് 24 മണിക്കൂർ സാലറി കൊടുക്കാതെ, ഹോളിഡേ ഇല്ലാതെ, അതായത് ലീവ് എടുക്കാത്ത, മിസ്റ്റേക്സ് വരുത്താത്ത ഒരു സെയിൽസ് വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടി എങ്ങനെ ഉണ്ടാവും? നമുക്കറിയാം നമ്മൾ കുറെ ടീമുകൾ അല്ലെങ്കിൽ നമുക്ക് കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും. ഒരു 9 to 5 എന്നുള്ള രൂപത്തിലാരും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഒരു 10 അല്ലെങ്കിൽ 8-10 മണിക്കൂർ എന്നുള്ള രൂപത്തിൽ അവർക്ക് വീക്കിലി ഒരു ഹോളിഡേ ഉണ്ടാവും, 1-2 ഹോളിഡേസ് ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹോളിഡേസിന് പുറമെ സിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം, വേറെ കുറെ കല്യാണം, അത് ഇത് പറഞ്ഞിട്ടുള്ള വേറെ ലീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറെ മിസ്റ്റേക്കുകൾ വരും. ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു സെയിൽസിൽ ഒരാളാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ഇമാജിൻ ചെയ്യാം ഇതുപോലെ ഒരു സെയിൽസ് പേഴ്സൺ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സാലറി കൊടുക്കാത്ത, ലീവില്ലാത്ത, മിസ്റ്റേക്ക് വരാത്ത ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരാളെ സങ്കല്പിക്കുക. ഒരിക്കലും ഉറങ്ങാത്ത, എപ്പോഴും എന്ത് ചോദിച്ചാലും റിപ്ലൈ കൊടുക്കുന്ന, മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, എന്തോ ആയിക്കോട്ടെ, ഫേക്ക് ന്യൂസോ അല്ലെങ്കിൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യുക, പേയ്മെന്റ് കളക്ട് ചെയ്യുക, ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന, എന്തും ഷെയർ ചെയ്യാൻ, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെന്റ്സ്, ഫോട്ടോസ്, എന്ത് തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ട് വന്ന കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോ വാട്സപ്പിനെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. 2025 ദ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കില്ല, അത് വാട്സപ്പ് ആയിരിക്കും. ഈ വാട്സപ്പിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ താഴെ ഒരു നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോന്റെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ചുള്ള വെബിനാറുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക, കൂടുതൽ പഠിക്കുക, ലേണിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. പഠനം ഒരിക്കലും നിൽക്കുന്നില്ല. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, എന്ത് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേറാൻ പറ്റില്ല. പുതിയ ആളുകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് 30 വർഷത്തെ പരിചയമുണ്ട് അല്ലെങ്കിൽ 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആ ഒരു ട്രഡീഷൻ, പാരമ്പര്യം പറഞ്ഞിരുന്നോണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ സാധാരണ എന്താണ്, 4-5 വർഷം കൊണ്ട് ആളുകൾ മില്യൺസ് അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ്സുകൾ വന്ന് അതിൽ സക്സസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്, ടെക്നോളജി. നമുക്കറിയാം പല ടെക്നോളജികളും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. ആദ്യം നമ്മൾ ആളുകളിലേക്ക് എത്തുക, സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, വിസിബിലിറ്റി ഉണ്ടാക്കുക, അതോടൊപ്പം വെലോസിറ്റി, സ്പീഡ് കൂട്ടുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സെഷനിൽ അറ്റൻഡ് ചെയ്യുക, അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.